എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുസ്മി രതീഷ്. ഇന്ന് നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാനൊരു ഗ്രീൻ ചട്നി കൂടി ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് സ്കിന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ മധുരക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് അതിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം. മധുരക്കിഴങ്ങ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളതും ഉയർന്ന പ്രതിരോധശേഷിയുള്ളതുമായ ഒന്നാണ്. ഇപ്പം മധുരക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്കൊരു ഗ്രീൻ ചട്നി ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് മല്ലിയിലയും 1/4 കപ്പ് പുതിനയിലയും 1 പച്ചമുളകും 1 നാരങ്ങയുടെ പകുതിയുടെ നീരും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത മിക്സ്ചർ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് 1/4 ടീസ്പൂൺ ചാറ്റ് മസാലയും 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയുടെ കഷ്ണങ്ങളും 4 ചെറിയുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 പച്ചമുളകിൻ്റെ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി വഴണ്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ ഒരു പാത്രത്തിലേക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 പിഞ്ച് കുരുമുളക് പൊടിയും 1 പിഞ്ച് ഗരം മസാലയും 1/4 ടീസ്പൂൺ ചാറ്റ് മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ മിക്സ്ചർ ചെറിയ ബോളുകളാക്കി അതൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവ ഓരോന്നും ആദ്യം എഗ് മിക്സ്ചറിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് നമുക്കിത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നവ ഓരോന്നും നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഗ്രില്ല് ചെയ്തെടുക്കാൻ. നമുക്കിതിൻ്റെ ഒരു വശം ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ 2 വശവും നന്നായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി നമ്മുടെ ഗ്രീൻ ചട്നി കൂട്ടി സെർവ് ചെയ്യാം. അന്നേരം എല്ലാവരും ഈ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.